നമസ്കാരം. അടുത്തിടെയാണ് ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ ടെലികോം ദാതാക്കളായ ജിയോ, എയർടെൽ, വോഡഫോൺ എന്നിവയെല്ലാം റീചാർജ് നിരക്ക് കുത്തനെ കൂട്ടിയത്. ജിയോ 12% മുതൽ 25% വരെ വർദ്ധിപ്പിച്ചപ്പോൾ എയർടെൽ 11 മുതൽ 21% എന്ന തോതിലും വോഡഫോൺ ഐഡിയ 10 മുതൽ 21% എന്ന നിലയിലുമാണ് നിരക്കുകൾ ഉയർത്തിയത്. മൊബൈൽ റീചാർജ് നിരക്കുകൾ ഉയർന്നാൽ സാധാരണക്കാരുടെ ജീവിത ചെലവിനെ സ്വാഭാവികമായും ബാധിക്കും. ഇത് ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയാണ് നൽകിയത്. BSNL മാത്രം നിരക്ക് വർദ്ധിപ്പിക്കാതെ തുടർന്നു. ഇതോടുകൂടി ഒരു വിഭാഗം ജിയോ ഉപഭോക്താക്കൾ നമ്പർ പോർട്ട് ചെയ്ത് BSNLലേക്ക് തിരിച്ചെത്തി. BSNL ഉറവശി ശാപം ഉപകാരമായി എന്ന പോലെയായി ഇത്. എന്നാൽ ജിയോയ്ക്ക് ഇത് വൻ തിരിച്ചടിയാണ് നൽകിയത്. കൈവിട്ടവരെ തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ ജിയോ പുതിയ അടവുമായി ഇറങ്ങിയിട്ടുണ്ട്. സംഗതി കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ റിലയൻസ് ജിയോ ചില പാക്കേജുകളുടെ നിരക്ക് കുറച്ചിരുന്നു. ഇന്റർനെറ്റ് ഉപയോഗം കുറവുള്ളവർ BSNLലേക്ക് പോർട്ട് ചെയ്തു പോകുന്ന പ്രവണത വർദ്ധിച്ചതോടെ ജിയോ പുതിയൊരു ഓഫർ കൂടി പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. 75 രൂപ വില വരുന്ന ഈ പാക്കേജിൽ 2 GB ഡേറ്റ സൗജന്യമായി ലഭിക്കും. ഒപ്പം ഒരു മാസത്തേക്ക് അൺലിമിറ്റഡ് കോളും 50 SMS സൗജന്യമായി കിട്ടും. കുറഞ്ഞ രീതിയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ കുറച്ചു കാലം കൊണ്ട് BSNLന്റെ തലവര തന്നെ മാറിയിട്ടുണ്ടെന്ന് പറയാം. ജിയോയ്ക്കെതിരെ പിടിച്ചു നിൽക്കാൻ വൻ മുന്നേറ്റമാണ് ഈ പൊതുമേഖലാ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പല നഗരങ്ങളിലും ഇതിനകം തന്നെ BSNLന്റെ 4G എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലൊട്ടാകെ 1 ലക്ഷം 4G ടവറുകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് BSNL ഇപ്പോൾ. വൈകാതെ തന്നെ 5G അവതരിപ്പിക്കാനുള്ള ശ്രമവും BSNLന്റെ ഭാഗത്തു നിന്നുണ്ട്. BSNL 4G വ്യാപനം വേഗത്തിലാക്കാൻ 6000 കോടി രൂപ കൂടി BSNLന് കേന്ദ്ര സർക്കാർ അനുവദിക്കും. BSNL പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരികയാണ്. നിലവിൽ BSNLന്റെ മുന്നേറ്റം ജിയോയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പുമായി 15000 കോടി രൂപയുടെ കരാർ നേരത്തെ BSNL ഒപ്പുവെച്ചിരുന്നു. അതിനുശേഷം BSNL അടിമുടിയൊന്ന് മാറിയിട്ടുണ്ട്. സ്വകാര്യ ടെലികോം കമ്പനികളെ അപേക്ഷിച്ച് വൻ മുന്നേറ്റം തന്നെയാണ് BSNL ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം BSNLന്റെ നഷ്ടത്തിന്റെ തോത് കുറഞ്ഞു വരികയാണ്. ടെലികോം മേഖലയിൽ പുത്തൻ കുതിപ്പിന് BSNLനെ സജ്ജമാക്കാനായി കേന്ദ്രത്തിന്റെ കൈത്താങ്ങുമുണ്ട്. BSNL, MTNL എന്നിവയ്ക്കായി 1 ലക്ഷം കോടി രൂപയാണ് ആകെ അനുവദിച്ചിട്ടുള്ളത്. BSNLന്റെ സാങ്കേതിക നവീകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി കേന്ദ്ര ബജറ്റിൽ 82,911 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 4G സേവനങ്ങൾ രാജ്യമൊട്ടാകെ വിപുലീകരിക്കാനും മറ്റു പദ്ധതികൾക്കുമായി ഈ തുക വിനിയോഗിക്കും. തദ്ദേശീയമായി നിർമ്മിച്ച 4G നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകളാകും BSNL 4G വിന്യാസത്തിനായി ഉപയോഗിക്കുക. നിലവിൽ BSNLന്റെ 20,000 ടവറുകളിൽ മാത്രമാണ് 4G എത്തിയിട്ടുള്ളത്. ടവറുകളുടെ എണ്ണം കൂട്ടാനായി ബജറ്റ് വിഹിതത്തിന് സാധിക്കും. കേരളത്തിലെ ടവറുകളുടെ എണ്ണം 6000-ൽ നിന്ന് 14,000-ആയി ഉയർത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ 64,787.17 കോടി രൂപയാണ് BSNLനായി ബജറ്റിൽ നീക്കിവെച്ചിരുന്നത്. BSNLൽ 5G കൂടി വരുമ്പോൾ ജിയോയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. BSNL പോലൊരു പൊതുമേഖലാ സ്ഥാപനം ടെലികോം രംഗത്ത് മുൻപന്തിയിൽ ഉണ്ടാവണമെന്ന് അഭിപ്രായപ്പെടുന്നവരും നിരവധിയാണ്. BSNLനെതിരായി ജിയോ ഓരോ അടവും പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും BSNL പഴയ BSNL അല്ല എന്നേ പറയാനുള്ളൂ. BSNLന്റെ ഇനിയുള്ള പുതിയ ചുവടുകൾക്കായി കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.